ഞങ്ങളിതാ ഈ സ്പോട്ടിൽ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോസും എടുത്തില്ല. ഞാൻ എഡിറ്റ് ചെയ്ത് കയറണം ഇഷ്ടല്ലോ എവിടെയെങ്കിലും. ഒന്നുകൂടി ഞാൻ പറയാണ്, മസ്റ്റ് വിസിറ്റ് സ്ഥലം കേട്ടോ. അവിടേക്ക് ബുദ്ധ ഉള്ളത്. ഇനി ഞങ്ങള് ലിങ്ക് പഗോഡയിലേക്കാണ് പോകുന്നത്. മിക്കവാറും അവിടെ ബുദ്ധ ഉണ്ടാവും. എവിടാ അരെ വാ. തണുക്കുന്നേ. ഇത് ഫുൾ ഡേ ഉണ്ടെങ്കിൽ ഫുൾ ഡേ എനിക്ക് തോന്നുന്നു ഫുൾ ഡേ മതിയാവില്ല തോന്നുന്നു. കാരണം ഫോട്ടോസ് എടുക്കാൻ തന്നെ കുറേ പലതരം ഫോട്ടോസ് എടുക്കാൻ ഒരു 100-250 സ്പോട്ട് ഉണ്ട്. ഓരോ ടൈപ്പ്. ഇത് ഇവിടെ തന്നെയാണെന്ന് മനസ്സിലാവില്ല. കാരണം ഒക്കെ ഡിഫറെൻറ്റ് വൈബാണ്. കാരണം ഓരോ ദിവസം ഓരോ സെപ്പറേറ്റ് ഫോട്ടോസാണ് വിചാരിക്കുന്നത് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ. കാരണം അത്രയും ഏരിയാസാണ്, സെപ്പറേറ്റ് ഏരിയാസാണ്. എല്ലാം കണക്റ്റഡ് ആണ്, പക്ഷേ മാറി മാറിയിട്ടാണ്, ഓരോ സൈഡിലാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാവില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ വേറെ സ്പോട്ട് കാണൂല, ചെറിയൊരു ഭാഗം കാണുന്നുള്ളത്. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ലാന്ന് തോന്നിട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഉണ്ടോ നോക്കട്ടെ. എൻട്രി ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, എൻട്രി ഉണ്ട്. ഇതാണ് സറൗണ്ടിങ്സ്. നമ്മൾ നല്ല ഹൈറ്റിലാണ്, നമ്മളൊരു ഹില്ലിൻ്റെ മുകളിലാണ്. ടെമ്പിൾ. അതിൻ്റെ ഉള്ളിൽ ബുദ്ധൻ്റെ ഇതുണ്ട് കേട്ടോ, അമ്പലമുണ്ട്. അവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ബുദ്ധവിശ്വാസികളാണ്. എന്തായാലും ബുദ്ധനോട് പ്രാർത്ഥിച്ചാളാ. നല്ല സ്മെല്ലേ. പോകാൻ പറ്റുമോ? എഴുതിയുണ്ട് ബുദ്ധൻ്റെ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ എനിക്കറിയില്ല. ഞങ്ങൾ കയറുന്നില്ല. ഞങ്ങൾ പഗോഡേൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇവിടെ ഒരു പാർട്ടി ഓഫീസൊക്കെ ഉണ്ട്, കാണിച്ചിടാം. താങ്ക് യു. ആ ഇവിടെ പ്രാർത്ഥിക്കാം. There is payment? Money? Donation? Thank you. വേണോ? 1000 രൂപ അമ്പലത്തിൽ. അമ്പലത്തിൽ നമ്മൾ പൈസ ഇടാൻ പറ്റും കേട്ടോ സാർ. നല്ല ബുദ്ധയ്ക്ക് അവിടെ പഗോഡ. ഇത് പഗോഡ അതല്ല കേട്ടോ, പഗോഡ ഇതാണ് പഗോഡ നേരെ കാണുന്നത്. ഞങ്ങൾ ഇൻസെൻസ് കത്തിച്ച്, ചന്ദനത്തിരി കത്തിച്ച്.
അമ്പലത്തിൽ ഡൊണേഷൻ കൊടുത്തു 1000 1000 കൊടുത്തു. വിയറ്റ്നാമീസ് ഡോങ്. നമ്മളെ വീട്ടിലെ 10. ആണ് അങ്ങനെ. ഒന്നുണ്ട. അൽപൈൻ കോസ്റ്റർ ഉണ്ട് കേട്ടോ, ദൂരത്ത് കണ്ടാണ് അൽപൈൻ കോസ്റ്റർ. അവിടെ കുറച്ച് ചാർജ് കൂടുതലാണ്, 30 ലാക്കോ അങ്ങനെ എന്തോ ഉണ്ട്. സ്ലിപ്പാണേ, സ്ലിപ്പുണ്ട്. കിട്ടിയോ? നീ വേണാലും എന്നെ വിത്തിടരുത്. ഞാൻ എനക്ക് വേണ്ടിയും ഒരു ചന്ദം തിരി എത്തിക്കാം. മുദ്ദെടുത്ത് ഞാൻ പ്രാർത്ഥിക്കട്ടോ, നന്നായി വരും. മോളെ ദൈവം മുദ്ദൻ രക്ഷിക്കട്ടെ. പകോട പഗോഡാന്നാ പറയാ. നമ്മളെന്തെങ്കിലും ലാഫിംഗ് ബുദ്ധാണ്. പകോട എന്ന് പറയുന്ന ഈ സാധനത്തിനാ പറയുന്നത്. ആ മുകളിൽ കിടക്കുന്നത് ആ വീടുകളില് അതാ പകോട. ഇങ്ങോട്ടല്ലേ കാണിച്ചാ കുട്ടി? ഇതാണ് പകോട. അതാണ് ആ മുകളിലുള്ള സാധനല്ലേ, പഴയ വീട് പോലത്തെ അമ്പലം. ഈ അമ്പലത്തിനാണ് ഇവര് പകോട എന്ന് പറയും. ആ അല്ലേ? ഇയർലിട്ടോ എഴുതിയുണ്ടല്ലോ. ചെരുപ്പഴിക്കണം, ചെരുപ്പഴിക്കണം. കയറണോ? അവിടെ ചെരുപ്പ് ഉള്ളിൽ അയച്ചു വെക്കണം, കാരണം ഇത് ബുദ്ധൻ്റെ അമ്പലം. ഇത് നല്ലൊരു ബുദ്ധനാട്ടോ, നല്ല രസമുണ്ട്. ഇവര് എങ്ങനെയാ പ്രാർത്ഥിക്കാന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ചെരുപ്പ് അയച്ചിട്ട് ഉള്ളിൽ കയറുന്നില്ല. ഇവര് എങ്ങനെ മുട്ടെത്തിന്നില്ല ഓർത്തേക്ക്? ഇവരെങ്ങനെ പ്രാർത്ഥിക്കാൻ മുട്ടെത്തിന്നില്ല? അതറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പുറത്തു വന്നിട്ട് കാണാമെന്ന് വിചാരിച്ചു. റിങ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? അപ്പോ വായിലേക്കോ? അവിടെ എഴുതിച്ചിട്ടുണ്ടല്ലോ. മഴ ഉണ്ടോ? നമുക്ക് ആൽപൈൻ കോസ്റ്റിൽ കയറുന്നത്. ഇനി ഒരു പ്രാവശ്യം കൂടി വരണം കേട്ടോ. അവിടെ നല്ല സെറ്റായിട്ട് ഫണ്ടായിട്ട് ഞങ്ങൾ വന്ന് പൊളിക്കും. എങ്ങനെ? ആ അങ്ങനെ പോലെ അങ്ങനെ മതി. കൊറേ ഫുഡ്. മക്കളെ നോക്ക്, പൊന്നു മക്കളെ. ബുദ്ധൻ അവിടെ നിർത്തുന്നവന്. പക്കോടനിടന്ന് ഇങ്ങോട്ടേക്ക് വന്നു. ഇൻസ്പിറേഷൻ കിട്ടോ. ഒരു ചിൽഡ് ബീർ. അയ്യോ, ചിൽഡ് ബീർന്ന് ഞാൻ പറയുന്നില്ല. ഈ വെതറിലടിക്കാൻ നല്ല പറ്റിയ സാധനം റമ്മാണ്. നല്ല റമ്മ് അങ്ങോട്ട് അടിക്കുക. അവിടെ വന്നിരുന്നിട്ട് എന്നിട്ട് സ്വെറ്റ് ഷർട്ടും സെറ്റ് ഷർട്ട് ഇട്ടിരുന്നിട്ട് ഈ വ്യൂ അങ്ങോട്ട് എൻജോയ് ചെയ്യണമല്ലോ. എൻ്റെ മോനെ ഒളിക്കൂ. തിരിച്ചു പോവാ. അയ്യോ, എവിടെ നിൽക്കാൻ പറ്റില്ല, ഹെവി തണുപ്പ്. ഇതിപ്പോ ഈവനിങ് ആവാനായോണ്ട് തണുപ്പ് കൂടി വരിക. ഞങ്ങൾ അടുത്ത ഏരിയയിലേക്ക് പോവാണ്. തണുപ്പ് കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഇവിടെ 14 ഡിഗ്രി. ഇപ്പോ നമ്മളെ കൊടൈക്കനാലിൽ ഊട്ടിയിലേക്ക് ഒരു തണുപ്പാണ്. ഇവിടെ വിയറ്റ്നാമിൽ അത്രയും എക്സ്ട്രീം തണുപ്പുണ്ടാവും പ്രതീക്ഷിച്ചില്ല. കുറെ റിസർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു എക്സ്ട്രീം ലെവലിൽ തണുപ്പ് തീരെ പ്രതീക്ഷിച്ചില്ല. നോക്ക്, ടീഷർട്ടും ട്രാക്ക് പാൻറ്റും, വേറെ ഒന്നുമില്ല. തണുപ്പടിച്ച് കയറിയിട്ടുണ്ടല്ലോ എൻ്റെ സാറേ, എന്ത് പറയാനാ. സ്റ്റെപ്പ് നല്ല ഹൈറ്റ് ഉണ്ട്, കതച്ചുപോയി. No, man. We'll go back this way. ജസ്റ്റ് ചെയ്ത് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കും.
ഇതൊക്കെ ഇന്ത്യൻസാ സിഖ്. It's okay. ഈ ഡബിൾ Here, please. Wow. ഓ ഈ പെട്ടെന്നുള്ള റെസ്റ്റോറൻറ്റില്ലേ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ടൂർ ഗ്രൂപ്പ്സ് ഒരുമിച്ച് വരുന്ന അങ്ങനെയാണ് ഇത് പെട്ടെന്ന് തിരക്ക് വരുന്നത്. എനിക്ക് എത്ര തിരക്കുണ്ടാവില്ല. ഇതാണല്ലോ ഒരു വടിയായിട്ട് നടക്കുന്നത്. അതാണ് ഗ്രൂപ്പിൻ്റെ ഗൈഡ്. അപ്പോൾ എല്ലാവരും ആ വടി നോക്കി പോയാൽ മതി. ഇടാ പോ മുകളിലേക്ക് എത്തി. ഫസ്റ്റ് വന്ന സ്ഥലം ഇവിടെ ഇവിടേക്ക് എന്ത് പുഴു? എന്തായാലും പറയാ ഞാനൂല് കോല് പോയില്ലേ. എവിടാ എല്ലാവരുടെ കയ്യിലും കണ്ടോ എന്ത്? ആ ഇനി ഇത് പറയാനുള്ളത് വെച്ചാൽ എല്ലാവരുടെ കയ്യിലും ഇവിടെ ഐഫോണാണ്. ഇതപ്പോ ഇപ്പോഴോ ഇതിലോ ഇതില് ചില പൂക്കള് അയ്യോ ചില പൂക്കള് വിടർന്നില്ലെന്ന് ഇപ്പൊ കണ്ടോ? ഇപ്പൊ ചിലതിങ്ങനെ വലുതായി വരുന്നുണ്ട്, വിടർന്നു വരുന്നുണ്ട്. ഇതിന് ബ്ലോസം എന്നല്ല പറയാ, പൂ വിടരുന്നതിന് ബ്ലോസം വരുന്നുണ്ട്. ആള് വീണു പോയി അവിടെ, ആള് വീണു പോയി. ബാ ഇങ്ങോട്ട് പോയേക്കല്ലോ. ഇവിടെ വേറെ സ്ഥലം കണ്ട് അങ്ങോട്ടൊന്ന് പോയോട്ടെ. ഇവിടെ എന്താ എല്ലാം അറിയില്ല, പോയോട്ടെ. എല്ലാ സാധനം എല്ലാ വിസിറ്റിംഗ് പ്രോബബിൾ എന്താ പോസിബിൾ വിസിറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളും ഞാൻ ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും വീഡിയോ കൂടെ കണ്ടിട്ട് ഒരു കാര്യമില്ല. എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. അളാദിപ്പിൻ അർമാദിപ്പിൻ. അവിടെ ഒന്നും ഇല്ല കേട്ടോ. ഇപ്പം ഞങ്ങൾ റിട്ടേൺ പോവാണ്. വന്ന വഴിക്ക് തന്നെ കയറി പോവാം. ഞങ്ങള് ഇത് സ്പീക്കർ കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പാട്ട് കേൾക്കുന്നത്. ഇത് വാട്ടർ പ്രൂഫ് സ്പീക്കറാണ്, എല്ലാ ഭാഗത്തും ഉണ്ട്. ഇത് നല്ലതാ മ്യൂസിക്. ഇത് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഒരു സംഭവം സെറ്റ് ചെയ്യുന്നതല്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലൊക്കെ കുറച്ച് ലൈറ്റായിട്ട് മ്യൂസിക് ഉണ്ടെങ്കിൽ വൈബ് തന്നെ മാറും. മറ്റേത് ഈ ആൾക്കാരുടെ സൗണ്ടും ഒക്കെ കൂടി ഒരു ഇത് കിട്ടില്ല. കാരണം എല്ലാ ഏരിയയിൽ നിന്നുള്ള ആൾക്കാരല്ലേ വരുന്നത്. അപ്പോൾ എല്ലാ സംസാരവും ഭയങ്കര ഡിസ്ട്രാക്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് ആ വ്യൂ എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതായിരിക്കും ബെറ്റർ. ജസ്റ്റ് ഒരു സജഷൻ. ഇവിടെ തിരക്ക് തീരെ കഴിഞ്ഞില്ല. ഇത് നമ്മൾ നേരത്തെ ഇറങ്ങി വന്ന സ്ഥലം. ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാ. നമ്മൾ കയറി പോവാണ്. ഇവിടെയുള്ള എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടുണ്ടോ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ അറിയില്ല. അങ്ങോട്ട് പോയാൽ ഒന്ന് വഴിക്ക് തിരിച്ചു പോകും. ഇതാണ് നമ്മൾ നേരത്തെ വന്ന ഇത്. പക്ഷെ ഇനി മുകളിലേക്ക് പോകുന്നുണ്ടല്ലോ. ഇത് ഇനി മുകളിലേക്ക് പോകുന്നുണ്ടല്ലോ. കോസ്റ്ററിലേക്കാ ഇത്. എനിക്ക് തോന്നുന്നത് ഇനി മുകളിലേക്ക് പോകുന്നത് ഈ ആൽപൈൻ കോസ്റ്റർ ഉണ്ട് അവിടെ. ചിലപ്പോൾ അതായിരിക്കും കേട്ടോ, നോക്കട്ടെ. അതായിരിക്കും. ഞങ്ങൾ ആൽപൈൻ കോസ്റ്ററിൻ്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആൽപൈൻ കോസ്റ്ററിൻ്റെ ഇതെടുത്ത് ചെയ്തില്ല, ടിക്കറ്റ് ഭയങ്കര എമൗണ്ട്. പിന്നെ ആഷ്ലിക്ക് ഒരു ചെറിയൊരു ഭയം. ഇപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് എങ്ങനെ പോകും? ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ അതുകൊണ്ട് പോകാനോ? എടി ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ടിക്കറ്റില്ലേ, ഞാൻ ഈ ഇവിടെ നിൽക്കും, ഞാൻ അതിന് മുകളിൽ പോയി വരാം. അങ്ങനെ പറ്റൂല. അതില്ല
ഈ ആൽപൈൻ ഫോറസ്റ്റ് അല്ല ആൽപൈൻ അവിടെ കയറുന്ന ആൾക്കാർക്ക് ഈ ഇത് കാണാൻ പറ്റില്ല. ഇത് ഈ കൈ ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോ ആ അതെ അപ്പൊ കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ലേ? കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കണ്ടേ? കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലോ. ഇവിടെ എന്താ പോയോ ടോയ്ലറ്റാ? അവിടെ ഒന്നുമില്ല. ക്യാമറയും കൊണ്ട് അങ്ങോട്ട് പോയാൽ തണുക്കൂല കേട്ടോ. ഒരു ഉടുപ്പൊക്കെ ഇട്ടിട്ടാള് ഒരു ബെഡ്ഷീറ്റ് അടക്കമായിട്ട് വന്നു. അങ്ങനത്തെ വന്നു എന്റെ അമ്മോ. പക്ഷേ ഗോൾഡൻ ബ്രിഡ്ജിലെ ആൾക്കാർ തിരക്ക് കഴിഞ്ഞില്ല കേട്ടോ. കംപ്ലീറ്റ് തിരക്കാം. ഇത് കണ്ട ഉണ്ണികളെ തിരക്ക് കഴിഞ്ഞില്ല. തിരക്ക് കഴിഞ്ഞിട്ടില്ല. Hai bạn lại nãy bạn thấy con എഡിറ്റ് എഡിറ്റ് എന്നെ കാണൂല. അവിടെ കാണുന്നു. Nice one, nice one. Yes, right. Thank you. Thank you. You're welcome. അപ്പൊ ഞാൻ അടുത്ത ഏരിയയിലേക്കാണ് പോകുന്നത്. ഫ്രഞ്ച് വില്ലേജ്, പിന്നെന്താ വേറെ എന്തോ ഒരു സംഭവമുണ്ട്, അവിടേക്കാണ് പോകുന്നത്. ബോഡോ സ്റ്റേഷൻ, ആക്സിസ് ഐലൻഡ്. ഇനി വന്ന് പിന്നെ മുകളിലേക്ക് പോകാൻ തോന്നും കേട്ടോ. കാറിൽ പോകേണ്ടി വരും. വാ. This is exit. Is it exit? Exit? Or French. Okay, okay. Yeah. First. എക്സിറ്റ് അല്ല, പേഴ്സണൽ. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു പേഴ്സണൽ ക്യാബിനറ്റ്, ഒരു ഓയോ റൂം കിട്ടിയിട്ടുണ്ട്. മക്കളെ എല്ലാവരും ഇവിടെ വരണം കേട്ടോ. പോലീസ് സ്ഥലമാണ്. ഫ്രണ്ട്സ് വരികയാണെങ്കിൽ എല്ലാവരും ഒരു 30-40 ആണെങ്കിൽ ലോ ബഡ്ജറ്റിൽ വരാൻ പറ്റും. ഞാൻ ഈ 30-40 എന്നൊക്കെ പറയുന്നത് ഫ്ലൈറ്റിന്റെ എമൗണ്ട് കൂട്ടാതാണ്. ഫ്ലൈറ്റിന്റെ എമൗണ്ട് സീസൺ അനുസരിച്ച് ചേഞ്ച് ആവും. എന്തായാലും ഡൈനാമിക് പ്രൈസിങ് ആണ് ഫ്ലൈറ്റിൻ്റെത്. കണ്ടിന്യൂസ് മാറിക്കൊണ്ടിരിക്കും. ഡെയിലി ഡിമാൻഡ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണ് നമ്മുടെ ഫ്ലൈറ്റിന്റെ ഇത്. ഇനി 2 കൊല്ലത്തേക്കുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഫോഗാ. ഫോഗോട് ഫോഗ്. ഇനി മുകളിലേക്കാ, ഇനി മേളിലേക്ക് കേട്ടോ.
നമ്മള് മുകളിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്ന